This is Vishal. Welcome back to another video. You are watching k4tech YouTube channel. Okay, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു അൺബോക്സിങ്ങും പിന്നെ ഒരു റിവ്യൂയും കൂടാണ് പറയുന്നത്. റിവ്യൂ എന്ന് പറയുമ്പോൾ അത്ര ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നും അല്ല, കാരണം സാധനം ഇന്നലെ കിട്ടിയതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോറോളയുടെ e7plus എന്ന് പറയുന്ന ഫോണാണ്. ഏകദേശം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോണാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അത്. അതായത് 48 MB മെഗാപിക്സൽ ക്യാമറ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ ചെറിയൊരു ബി റോൾ പോലത്തെ സംഭവം ഫസ്റ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പറയാം. നിങ്ങൾക്ക് എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ആമസോണുകാർ തന്ന പാക്കൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ബോക്സിൽ അത്യാവശ്യം നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കളറും കാര്യങ്ങളൊക്കെയാണ് ഈ ബോക്സിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളർ ഞങ്ങളുടെ ഇരിക്കുന്ന കളർ എന്ന് വെച്ചാൽ മാറ്റ് ബ്ലൂ ആണ്. അതായത് 2 ഷെയ്ഡാണ്. ഒന്ന് ഇവിടെ താഴെ ഡാർക്ക് കളറായിട്ടും ഇവിടെ ലൈറ്റായിട്ടുമാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ ലുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ്. പിന്നെ കയ്യിലൊക്കെ കോമ്പാക്റ്റുകളാണ് പിടിക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ വെയിറ്റിനെ പറയുകയാണെങ്കിൽ 200 ഗ്രാം എങ്ങാണ്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ പറയുന്നത് ISPയുടെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ക്യാമറ പറയുകയാണെങ്കിൽ 8 MB ഒരു ക്യാമറയും, പിന്നെ ബാക്കിൽ വരുവാണെങ്കിൽ 48 MB മെയിൻ ക്യാമറയും, പിന്നെ ഡെപ്ത് സെൻസിങ് ആയിട്ടൊരു 2 MB 5 MB ഒരു ക്യാമറയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി. ഇതിൻ്റെ ഫോട്ടോ വരുമ്പോഴത്തേക്കും കുറച്ച് ഡീറ്റെയിലും ഷാഡോസും ഒക്കെ ഉണ്ട്. എങ്കിലും സീനൊന്നും ഇല്ല. ഒരു നോർമൽ യൂസർ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഒരു കിടിലം ഫോൺ തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് 8000 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. ഇത് കൂടിയോ കുറയൊന്നും അറിയത്തില്ല. ഇത് മിനിറ്റിന് വെച്ചാണ് ഇപ്പം ഓരോ സാധനങ്ങളുടെയും വിലയും കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ Qualcomm Snapdragon 460 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ്. അത് 11nm പ്രൊസസ്സറാണ്. ഈ ഒരു പ്രൊസസ്സർ എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫോണിൽ ഒക്കെ ഒരു നല്ല പ്രൊസസ്സർ തന്നെയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ എടുത്തെടുത്ത് വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഹെവി യൂസിനുള്ള ഫോണൊന്നുമല്ല, ഒരു നോർമൽ യൂസേഴ്സിനായിട്ടുള്ളൊരു ഫോണും അതുപോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടുന്ന ഒരു ഫോൺ തന്നെയാണിത്. പിന്നെ മോട്ടോറോളയാണെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ മോട്ടോറോളയുടെ ഫോൺസും കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ മാസം ഇറക്കിയൊരു ഫോണാണ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഇറക്കിയൊരു ഫോണാണ്. ബഡ്ജറ്റ് ആണെങ്കിലും നല്ല ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ OS വരുന്നത് വെച്ചാൽ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്ന Android 10 ആണ്. പിന്നെ ഇതിൻ്റെ അത് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ കാണിച്ചു തരാം. എങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേയുടെ കാര്യം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, എങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അത് വരുന്നത് വെച്ചാൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫിംഗർ പ്രിൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അതിനകത്ത് ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്. ഫേസ് വെച്ച് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും പറ്റും. അതും ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അതിൽ UI പറയുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബ്ലോട്ട് വേഴ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ലുക്കാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഇപ്പോൾ വരുന്ന മിക്കവാറുമുള്ള ഫോണുകളിലും അതിൻ്റെ OS വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒരു ലുക്കാണ് കൊണ്ടുവരുന്നത്. മെയിനായിട്ട് ഈ റിയൽമി ഫോണുകളിലൊക്കെ കറക്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതിൻ്റെ അത് ബ്ലോട്ട് വേഴ്സൊക്കെ കുറവാണ്. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇവരും UI ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തായാലും നല്ല കാര്യം തന്നെയാണ്. കുറേ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഒന്നും ഇട്ട് ഇതിൻ്റെ അകത്ത് സ്പേസ് ഒന്നും കളയുന്നില്ല. അപ്പോൾ ഇത് ഏത് വേരിയൻ്റാണെന്ന് വെച്ചാൽ 4GB RAM പ്ലസ് 64 ഇൻറ്റേർണലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. പിന്നെ അതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ നല്ല ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ പറയുന്ന ഈ ഒരു വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ കൈ കിട്ടിയ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് ഈ പറയുന്നത്. ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇത് തന്നെയാണ്. പിന്നെ റേറ്റിംഗ് പറയുവാണെങ്കിൽ 5ൽ ഞങ്ങളൊരു 4 എടുക്കാം. 5ൽ 4 ആണ് ഇതിൻ്റെ ഒരു റേറ്റിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ വരുവാണെങ്കിൽ. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അതിൻ്റെ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ പെർഫോമൻസിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം പെർഫോമൻസ് ഈ ഒരു ബഡ്ജറ്റ് ഫോണിൽ നോക്കണമെന്ന് അറിയത്തില്ല, എങ്കിലും നമ്മൾ ഇടുന്നുണ്ട്. കാരണം ഇതൊരു നോർമൽ യൂസിനുള്ള ഫോണാണ്. ഡെയിലി യൂസിന്, അതായത് നോർമൽ യൂസേഴ്സിനാണുള്ള ഒരു ഹെവി യൂസേഴ്സിന് പറ്റിയൊരു ഫോണല്ല, എങ്കിലും നോർമൽ യൂസിനുള്ളൊരു ഫോണാണിത്. പിന്നെ ഇതിൻ്റെ അത് വരുന്നത് വെച്ചാൽ സിം കാർഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അത് ഒരു സിം കാർഡാണ് അറ്റ് എ ടൈം ഇടാൻ പറ്റുന്നത്. ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡുമാണ് ഇതിൻ്റെ അത് വരുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ അത് പറയുവാണെങ്കിൽ ഇതിൻ്റെ അതിലെ ചാർജറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ചാർജും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. പിന്നെ എൻ്റെ അത് ബാറ്ററി ബാക്കപ്പിൻ്റെ മെയിനായിട്ട് എൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ബഡ്ജറ്റ് ഫോണിൽ 5000 mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് തന്നെയാണ് ഈ ഒരു ഫോണിന്. ഏകദേശം ഒരു ദിവസത്തോളം സുഖമായിട്ട് നിന്നോളും. ഇത് നോർമൽ യൂസിനാണെങ്കിൽ സുഖമായിട്ട് നിന്നോളും ഇതിനകത്ത്.
അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു.